പലപ്പോഴും ചിന്തിച്ചിട്ടില്ലേ, ലെജൻസ് ആയിട്ടുള്ള ആളുകളൊക്കെ എങ്ങനെയാണ് ഇത്ര എക്സലന്റ് ആയിട്ട് ട്രേഡ് ചെയ്യുന്നതെന്ന്? അവരുടെ ട്രേഡിംഗ് രീതികളും ഡിസിപ്ലിനും എല്ലാം പലപ്പോഴും നമ്മെ വണ്ടർ ആക്കാറുണ്ട്. അത് ലക്കാണോ, അതോ നമുക്ക് ഇനിയും എത്തിപ്പിടിക്കാൻ സാധിക്കാത്തത്ര ദൂരത്തിലുള്ള എന്തെങ്കിലും ട്രേഡിംഗ് സീക്രട്സ് അവരുടെ പക്കലുണ്ടോ? നമ്മൾ എപ്പോഴും ട്രേഡേഴ്സ് എന്നുള്ള നിലയിൽ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, അവരൊക്കെ എങ്ങനെയാണ് ഇത്ര പ്രോഫിറ്റബിൾ ആകുന്നത്, എങ്ങനെയാണ് ഇത്ര കൺട്രോളിംഗ് മൈൻഡിൽ മുമ്പോട്ട് പോകുന്നത് എന്നൊക്കെ. ആ ഒരു മിത്ത് ഒന്ന് ബ്രേക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഞാൻ പറയുന്നത് സൈക്കോളജിയെ പറ്റിയിട്ടാണെന്ന് എന്തായാലും മനസ്സിലായിട്ടുണ്ടാവും. ഹാബിറ്റ്സ്, മൈൻഡ് സെറ്റ്, ഈ രണ്ട് കാര്യങ്ങളാണ് ആൾക്കൂട്ടത്തിൽ നിന്നും ലെജൻസിനെ മാറ്റി നിർത്തുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്ന് പറയുന്നത്. കഴിഞ്ഞ ട്രേഡേഴ്സ് മീറ്റിൽ വെച്ചിട്ടാണ് ഷാരിഖിനെ പരിചയപ്പെടുന്നത്. ഒട്ടുമിക്ക ട്രേഡേഴ്സിനെ പോലെ തന്നെ അദ്ദേഹത്തിന്റെ വലിയൊരു ഫാനായിരുന്ന സമയത്ത് തന്നെയാണ് അദ്ദേഹത്തെ കാണാനായിട്ട് സാധിച്ചത്. സംസാരത്തിനിടയിൽ പറഞ്ഞൊരു കാര്യം ഞാനിപ്പോ ഓർക്കാണ്, അവരൊരിക്കലും പ്രോഫിറ്റ്സിനെ ചേസ് ചെയ്യുന്നേയില്ല എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ റിസ്ക് മാനേജ്മെന്റിന് നൽകുന്ന പ്രാധാന്യത്തെ കുറിച്ചിട്ട് അദ്ദേഹത്തിന്റെ മെയിൻ പ്രത്യേകത എന്ന് വെച്ചാൽ ഇമോഷണലി അല്ല റെസ്പോണ്ട് ചെയ്യുന്നത്, പകരം സ്ട്രാറ്റജിക്കലി തന്നെയാണ്. ലോസിനെ സാധാരണ ഒരു ട്രേഡർ ഫേസ് ചെയ്യുന്ന രീതിയിലല്ല അവര് ഫേസ് ചെയ്യുന്നത്. ചിന്തിച്ചു നോക്കൂ, നമ്മളൊക്കെ പലപ്പോഴും ഇമോഷണലി ഹാൻഡിൽ ചെയ്യുന്നത് കൊണ്ടാണ് നമ്മുടെ ലോസസ് ഇൻക്രീസ് ആവുന്നത്. അല്ലാതെ ട്രേഡിംഗ് സ്ട്രാറ്റജി വശമില്ലാത്തത് കൊണ്ടോ, എങ്ങനെ ട്രേഡ് ചെയ്യണമെന്നത് അറിയില്ലാത്തത് കൊണ്ടോ, ട്രേഡിംഗ് ടെക്നിക്സിനെ കുറിച്ചുള്ള അറിവ് കുറവ്, ഇതൊന്നുമല്ല കാരണങ്ങൾ. ഇമോഷണലി റെസ്പോണ്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. ശരിക്കും ലോസിനെ പേടിക്കാതെ റെസ്പെക്ട് ചെയ്യുന്നിടത്താണ് നമുക്ക് സ്ട്രാറ്റജിക്കലി അതിനോട് റെസ്പോണ്ട് ചെയ്യാൻ സാധിക്കൂ എന്നുള്ളതാണ്. അവരൊരിക്കലും മാർക്കറ്റിന്റെ മേൽ ഹോപ്പ് വെക്കുന്നില്ല. ഈ ഒരു ട്രേഡിൽ നിന്നൊക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകള് പലപ്പോഴും അവര് മാർക്കറ്റിൽ നിന്നും ഹോപ്പ് വയ്ക്കുകയാണ്. മാർക്കറ്റ് എപ്പോഴെങ്കിലും തങ്ങളുടെ ഫേവർ അനുസരിച്ചിട്ട് വരും എന്നാണ് അവർ ചിന്തിക്കുന്നത്. ലെജൻസ് ചിന്തിക്കുന്നത് അതിനു പകരം മാർക്കറ്റിന്റെ മേൽ ഹോപ്പ് വയ്ക്കുകയല്ല, ഒരു ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ തന്നെ ഈ ട്രേഡിൽ നിന്നും ലോസ് വരുമ്പോൾ അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുമെന്ന് സ്ട്രാറ്റജിക്കലി നിശ്ചയിക്കപ്പെട്ട് വെച്ചിരിക്കുകയാണ് എന്നുള്ളത് മനസ്സിലാക്കുക. വാറൻ ബഫറ്റ് ഒരിക്കൽ പറഞ്ഞു, സ്റ്റോക്ക് മാർക്കറ്റ് ഈസ് എ ഡിവൈസ് ഫ്രം ട്രാൻസ്ഫറിംഗ് മണി ഫ്രം ഇംപേഷ്യന്റ് ടു പേഷ്യന്റ് എന്നുള്ളത്. സക്സസ് ആയിട്ടുള്ള പല ട്രേഡേഴ്സും ഫോളോ ചെയ്യുന്ന ഒരു രീതി എന്ന് പറയുന്നത് പേഷ്യൻസ്, ഡിസിപ്ലിൻ, ഇമോഷണൽ കൺട്രോൾ. ഈ മൂന്ന് കാര്യങ്ങളാണ് ട്രേഡിംഗ് സക്സസിന്റെ കീ ഫാക്ടേഴ്സ് ആയിട്ട് പറയാൻ സാധിക്കുന്നവ. സ്വയം ഒന്ന് ചോദിച്ചു നോക്കൂ, നിങ്ങൾ ഒരു ലെജൻഡിനെ പോലെയാണോ ട്രേഡ് ചെയ്യുന്നത്, അതോ ഒരു ഗ്യാംബ്ലറെ പോലെയാണോ? ഒരു ഗ്യാംബ്ലർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ചൂതാട്ടത്തിലിരിക്കുന്ന ഒരു ഗ്യാംബ്ലറിന്റെ മൈൻഡ് സെറ്റ് എന്തായിരിക്കും? എനിക്ക് എങ്ങനെയും ഈ കളിയിൽ വിജയിക്കണം എന്നുള്ള ഒരു മൈൻഡ് മാത്രമാണ് ഗ്യാംബ്ലറെ സംബന്ധിച്ചിടത്തോളം വർക്ക് ചെയ്യുന്നത്. ഗ്യാംബ്ലർക്ക് മുമ്പിൽ തോൽവി എന്ന് പറയുന്നത് ചിന്തിക്കാനാവാത്ത ഒരു കാര്യമാണ്. ആ ഒരു മൈൻഡ് സെറ്റോടെ ഒരിക്കലും നമുക്കൊരു ജോലി സ്ഥലത്ത് ബിഹേവ് ചെയ്യാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കുക. ഇത് നിങ്ങൾക്കൊരു ടേണിംഗ് പോയിന്റ് ആയി പ്രവർത്തിക്കട്ടെ. ട്രേഡിംഗ് സൈക്കോളജി മനസ്സിലാക്കാനും അതനുസരിച്ചിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് ബിൽഡ് ചെയ്യാനും ഞങ്ങളുടെ മെന്റർഷിപ്പ് പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നതിലൂടെ നിങ്ങൾക്ക് സാധിക്കും. ട്രേഡ് ചെയ്യുന്ന സമയങ്ങളിൽ പലപ്പോഴും സ്റ്റക്കായി നിൽക്കുന്ന മൊമെന്റ്സ് വരുന്നുണ്ടാവും. എങ്ങനെ, എന്തുകൊണ്ട്, ഇനി എന്ത് എന്നുള്ള ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരമായിട്ട് നമ്മുടെ 1-on-1 സെഷൻ കൗൺസിലിംഗ് അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. ഗ്രൂപ്പ് സെഷൻസ്, ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്യുന്നതിലൂടെ ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കണ്ടെത്താനായിട്ട് നമുക്ക് സാധിക്കും. എല്ലാവർക്കും ഒരു പേഴ്സണൽ മെന്റർ ഉണ്ടായിരിക്കേണ്ടതിന്റെ ആവശ്യകതയും സൂചിപ്പിക്കുന്നത്. കാസ്കേഡ് എന്ന പേരിൽ ഒരു ഫേം ഉണ്ട്. അതിൽ തന്നെ സൈക്കോളജിക്കൽ സർവീസസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് റിലേറ്റഡ് വിത്ത് മെന്റൽ ഹെൽത്ത് ആൻഡ് ട്രേഡിംഗ് സൈക്കോളജി. അതിൽ പലതരത്തിലുള്ള സൈക്കോളജിക്കൽ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പേഴ്സണലി ഞാനൊരു ട്രേഡർ ആയതുകൊണ്ട് തന്നെ ഞാൻ ട്രേഡിംഗ് സൈക്കോളജിയിലാണ് പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നതും. നമ്മുടെ മെന്റർഷിപ്പ് പ്രോഗ്രാംസിൽ ജോയിൻ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പേഴ്സണൽ മെന്റേഴ്സിന്റെ സപ്പോർട്ടോട് കൂടി അവർക്ക് ഒരു മൈൻഡ് സെറ്റ് ബിൽഡ് ചെയ്യാനും ഒരു സിസ്റ്റമാറ്റിക് അപ്രോച്ചിലൂടെ ഇമോഷണൽ കൺട്രോളിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാനും ഞങ്ങൾ നിങ്ങളെ സഹായിക്കുന്നുണ്ട്. ക്രൗഡിനൊപ്പം നടക്കാൻ വളരെ ഈസിയാണ്. ആരും നമ്മളെ തിരിച്ചറിയുന്നില്ല. പ്രോഫിറ്റ്സ് ആയാലും ശരി, ലോസ് ആയാലും ശരി, നമ്മളത് സ്വയം അനുഭവിച്ച് തീർക്കുകയാണ്, അല്ലെങ്കിൽ നമ്മുടെ മെന്റൽ ഹെൽത്ത് പോവുകയാണ് എന്നുള്ള സത്യം മനസ്സിലാക്കുന്നില്ല. ഇവിടെ സംഭവിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട മറ്റൊരു ഡേഞ്ചറാണ് ഈ ഒരു മേഖലയിൽ അധിക കാലം നമുക്ക് നിലനിന്ന് പോവാൻ സാധിക്കില്ല എന്നുള്ളത്. ക്രൗഡിന് ഓപ്പോസിറ്റ് നടക്കാൻ കുറച്ച് പ്രയാസമാണ്. എന്നാൽ എന്നു മുതൽ ക്രൗഡിന് ഓപ്പോസിറ്റ് നടക്കാൻ ഒരുവൻ തീരുമാനിക്കുന്നുവോ അവൻ പോലും അറിയാതെ അവനൊരു ലെജൻഡായിട്ട് മാറുകയാണ്.